ഫേസറ്റ് ജോയിൻ്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഫേസറ്റ് ജോയിൻറ്റിൽ നീർക്കെട്ട് വരുന്നാലും നമുക്ക് നടുവേദന വരാം. പിന്നെ അതുപോലെ തന്നെ നട്ടലിൽ വരുന്ന ഇൻഫെക്ഷൻസ്, നട്ടലിൽ വരുന്ന വളരെ കോമൺ ആയിട്ടുള്ളൊരു ഇൻഫെക്ഷനാണ് TB, ട്യൂബർക്കുലോസിസ്, ക്ഷയരോഗം. അപ്പോൾ ക്ഷയരോഗം ഉള്ളവർക്ക് നട്ടലിൽ ഇത് പടർന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ സിവിയർ ആയിട്ടുള്ള അത് നൈറ്റിലായിരിക്കും സിവിയർ ആയിട്ടുള്ള ബാക്ക് പെയിൻ. അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ഉണ്ടാവാം, വിട്ടുമാറാത്ത പനി, ചുമ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പം ഒരാൾക്ക് വെയിറ്റ് ലോസും ഫീവറും നടുവേദനയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ MRI എടുത്ത് അല്ലെങ്കിൽ TBയുടെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ എന്നുള്ളത് നോക്കേണ്ടി വരും. അതുപോലെ തന്നെ നട്ടലിലോട്ട് പകരുന്ന ക്യാൻസേഴ്സ്, മിക്ക ക്യാൻസറുകളും നട്ടലിലോട്ട് പടരാം. അതിലേറ്റവും കോമൺ ആയിട്ടുള്ള പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെയും ബ്രസ്റ്റിൻ്റെയും ക്യാൻസറാണ്. അപ്പോൾ അതും വിട്ടുമാറാത്ത നടുവേദന, എസ്പെഷ്യലി നൈറ്റിലുള്ള വേദനയായിട്ടാണ് അത് കാണുക. പിന്നെ നട്ടലിൽ തന്നെ വരുന്ന ചില ട്യൂമറുകളുണ്ട്, അത് കുറവാണ്. സാധാരണ ഈ ന്യൂറോഫൈബ്രമറ്റോസിസ് എന്നൊക്കെയുള്ള കുറച്ച് ജനറ്റിക് കണ്ടീഷൻ ഉണ്ട്, അതിലൊക്കെയാണ് നട്ടലിൽ ഉള്ളിൽ ട്യൂമർ വരിക. അതുപോലെ തന്നെ ആർത്രൈറ്റിസ്, വാദം നമ്മുടെ നട്ടലിനെ ബാധിച്ചാൽ നമുക്ക് നടുവേദന വരാം. അതിൽ സീറോനെഗറ്റീവ് വാദം, അതായത് ടെസ്റ്റുകളെല്ലാം നോർമൽ ആയിരിക്കും, പക്ഷേ വാദമുണ്ട്, അതാണ് സീറോനെഗറ്റീവ് വാദം. അതിൽ വളരെ സിവിയർ പെയിനും തൊടും ഭയങ്കര വേദനയായിട്ടും നമുക്ക് നടുവേദന വരാം. അതുപോലെ തന്നെ HLA-B27 പോസിറ്റീവ് ആയിട്ടുള്ള വാദം, ഇതിലെല്ലാം നടുവേദന വരാം. ഇനി നട്ടലിൻ്റെ പ്രശ്നമല്ലാതെ വയറിൽ എന്തെങ്കിലും ഓർഗൻസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നടുവേദന വരാം. ഏറ്റവും കോമൺ ആയിട്ടുള്ളത് യൂറേട്രിക് കോളിക് എന്ന് പറയും, മൂത്രത്തിൽ കല്ലെന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ കിഡ്നിയിൽ കല്ലുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് പെയിൻ വരാം. അത് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ഇറങ്ങുന്ന പോലുള്ളൊരു വേദനയായിരിക്കും. അതുപോലെ തന്നെ യൂട്രസിൽ പ്രശ്നം ഉണ്ടെങ്കിൽ, യൂട്രൈൻ വലിയ ഫൈബ്രോയിഡ് പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയും അല്ലെ, അതായത് ജെനൈറ്റൽ ഓർഗൻസിനൊക്കെയുള്ള ഇൻഫ്ലമേഷൻ അല്ലെ ഇൻഫെക്ഷൻ കൊണ്ട് വരാം. അതുപോലെ തന്നെ പാൻക്രിയാസിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ബാക്ക് പെയിൻ വരാം. ഇനി ബാഡ് പോസ്ചറാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കാരണം നടുവേദനയ്ക്ക്. അതും സിമ്പിളാണ്, കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാരണമാണ്. ഓഫീസിലൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ കൂടുതൽ സമയം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഫോണിൻ്റെ ഫ്രണ്ടിൽ ചിലവഴിക്കുന്നവർ ഇങ്ങനെ വളഞ്ഞു കുത്തിപ്പോവും. അപ്പോൾ ഈ വളഞ്ഞു പോകുന്നത് നമ്മുടെ സ്പൈന് നല്ലതല്ല. നമ്മളിങ്ങനെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് നമ്മുടെ സ്പൈന് നല്ലത്. അപ്പോൾ ഈ ബാഡ് പോസ്ചർ കൊണ്ട് നമുക്ക് നടുവേദന വരാം. ഇതൊക്കെ വളരെ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ഡിസ്കിൻ്റെ കാര്യങ്ങളും ഞരമ്പിൻ്റെ കാര്യങ്ങളും പറഞ്ഞല്ലോ. അപ്പോൾ ഈ അലൈൻമെൻറ്റ് നോക്കിയാൽ നമുക്കറിയാം ഈ കശേരുക്കളൊരു പ്രത്യേക അലൈൻമെൻറ്റിലായിരിക്കുന്നത്. അപ്പോൾ ഈ അലൈൻമെൻറ്റിൽ വ്യത്യാസം വരുന്നതിനാണ് ലിസ്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ലിസ്തസിസ് ഉണ്ടെങ്കിലും നമുക്ക് നടുവേദന വരാം. അതായത് ജോയിൻ്റ് ഉണ്ട്, സേക്രോഇലിയാക് ജോയിൻറ്റ്, അതിലുള്ള ഇൻഫ്ലമേഷൻ കൊണ്ടും നമുക്ക് വേദന വരാം. പിന്നെ പ്രസവം കഴിഞ്ഞ് ലേഡീസിൽ പെൽവിസ് ഒന്ന് വികസിക്കും. കുട്ടി പുറത്ത് വരാനായിട്ട് പെൽവിസ് എല്ലാവരിലും ഹോർമോൺ കാരണം കുറച്ച് വികസിക്കും. അപ്പോൾ അത് കാരണം ഈ സേക്രോഇലിയാക് ജോയിൻറ്റ് ഒരു റിലാക്സേഷൻ വന്നിട്ട് നമുക്ക് വേദന വരാം. അത് പ്രസവം കഴിഞ്ഞ് ലേഡീസ് ചിലപ്പം നടുവേദന അല്ലെങ്കിൽ ലോ ബാക്ക് പെയിൻ വരുന്നത് ഇതുകൊണ്ട്